മെഡിക്കൽ എൻട്രൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറും തുല്യ അനുപാതത്തിൽ പരിഗണിച്ച് സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയകൾക്ക് വിധേയമാക്കിയായിരിക്കും എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 2016 കേരള എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷ അതിനത്രയും ശബ്ദമുള്ളൂ. ഇപ്പോൾ കുഴപ്പമില്ല. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടായത്, കേന്ദ്ര ഗവൺമെൻറ് ഒരു കേന്ദ്ര തലത്തിലുള്ള നീറ്റ് എന്ന പേരിൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും നീറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പ്രവേശന പരീക്ഷകൾ വരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, സ്വകാര്യ സ്വാശ്രയ മേഖലകളിലെ മെറിറ്റ് സീറ്റുകൾ എന്നിവയ്ക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് പരീക്ഷ ബാധകമാക്കാമെന്ന് നിർദ്ദേശം തരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രവേശനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ ആ പ്രവേശനം നടത്താനാവശ്യമായ സംവിധാനങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എൻട്രൻസ് എക്സാമിനേഷനിൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് 5 സ്ഥാനങ്ങളാണല്ലേ, 5 സ്ഥാനങ്ങൾ വരെയാണ്, 10 സ്ഥാനങ്ങൾ വരെ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് മുഹമ്മദ് മുനവർ VV, ബൈത്തുസലാം, കോഴിയോട്, കണ്ണൂർ, കേരള. മുഹമ്മദ് മുനവർ VV എന്ന വിദ്യാർത്ഥിയാണ് 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. 2ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ലക്ഷിൻ ദേവ് B. ഇദ്ദേഹം അടയാർ, ചെന്നൈ ആണ് അഡ്രസ്സ്. തമിഴ്നാടുകാരനാണ്. 2ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ട്രിവാൻഡ്രംകാരനാണ്. തമിഴ്നാട്, അഡ്രസ്സ് തമിഴ്നാട് ബേസ്ഡാണ്. ലക്ഷിൻ ദേവ് B. 3ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ബെൻസൺ ജെയ്ക്ക് എൽദോ, എറണാകുളം ആണ് 3ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ബെൻസൺ ജെയ്ക്ക് എൽദോ. 4ാം റാങ്ക് റമീസ ജഹാൻ MC, മലപ്പുറം. 5ാം റാങ്ക് കെവിൻ ജോയ് പുല്ലൂക്കര, തൃശ്ശൂർ ഡിസ്ട്രിക്ട്, കേരള. കെവിൻ ജോയ് പുല്ലൂക്കര. 6ാമത്തെ റാങ്ക് അജയ് S. നായർ, അമ്പാടി, തൃപ്പൂണിത്തറ, എറണാകുളം. അജയ് S. നായർ. 7ാം റാങ്ക് ആസിഫ് അബാൻ K, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. ആസിഫ് അബാൻ K. 8ാം റാങ്ക് ഹരികൃഷ്ണൻ K, കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ്. ഹരികൃഷ്ണൻ K. 9ാം റാങ്ക് അലീന അഗസ്റ്റിൻ, കോട്ടയം ഡിസ്ട്രിക്റ്റ്. അലീന അഗസ്റ്റിൻ. 10ാം റാങ്ക് നിഹല A, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. നിഹല A. 10 റാങ്കുകളാണ് ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്.
ഏതാണ്? SC കാറ്റഗറിയിലെ 1ഉം 2ഉം റാങ്കുകൾ ഇവിടെ പറയുന്നത്. SC കാറ്റഗറിയിൽ 1ാം റാങ്ക് ബിബിൻ ജി രാജ്, തിരുവനന്തപുരം. ബിബിൻ ജി രാജ്. 2ാം റാങ്ക് അരവിന്ദ് രാജൻ, തൃശ്ശൂർ. അരവിന്ദ് രാജൻ. ST കാറ്റഗറിയിലെ 2nd റാങ്ക്, 1ാം റാങ്ക് റിസൾട്ട് വിത്ത് ഹെൽപ്പ് വെരിഫിക്കേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ് 1ാം റാങ്കിൻ്റെത്. 2ാം റാങ്ക് മേഘന വി, കാസർഗോഡ്, കേരള. മേഘന വി. ഇതെന്താ? അത്രയല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും റാങ്കുകളാണ് ഇവിടെ പ്രസിദ്ധപ്പെടുത്താനുള്ളത്. അല്ല, നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്സ് അതാണ്. ഇയാൾ ട്രിവാൻഡ്രം സെൻറ്റർ വെച്ച് എഴുതിയാണ്, മലയാളിയാണ്. അടയാർ അഡ്രസ്സാണ് തന്നിരിക്കുന്നത്. അയാളെ കിട്ടുന്നില്ലല്ലോ. രണ്ടാമത്തെ നോക്കി. അതെ, അതാണ് നമുക്കുള്ള ഷെഡ്യൂൾ. എഞ്ചിനീയറിംഗിൽ ജൂൺ 30 മുമ്പ് അലോട്ട്മെൻറ്റ്. ജൂലൈ 10 സെക്കൻഡ്. അടുത്തത് ജൂലൈ 20. പിന്നെ ഏതെങ്കിലും സീറ്റ് അവധി വേക്കൻ്റ് വരികയാണെങ്കിൽ ആഗസ്റ്റ് 15 മുമ്പ് അത് ഫില്ല് ചെയ്യാം. മെഡിക്കലിൻ്റെ ആഗസ്റ്റ് ലാസ്റ്റാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നീറ്റിൻ്റെ പരീക്ഷ ജൂലൈ 24 അപ്പോൾ അത് വീണ്ടും റീഷെഡ്യൂളാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇതനുസരിച്ച് പോകണം. നീറ്റ് ലിസ്റ്റ് ഒന്നും നമ്മുടെ ഗവൺമെൻറ് കോളേജിലേക്ക് അതിനവർ പറയുമോ? സംസ്ഥാനം മാത്രം. അതേസമയത്ത് സെൽഫ് ഫിനാൻസിങ്ങിൽ മാനേജ്മെൻറ്റ് സീറ്റ് നീറ്റുന്നതായിരിക്കും. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് തരും. ആ ലിസ്റ്റിൽ നിന്ന് മാനേജ്മെൻറ്റ് ഫില്ലപ്പ് ചെയ്യും. നമ്മുടെ സംസ്ഥാന അലവൻസ് എഴുതിയ കുട്ടികളെ നീറ്റ് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും എഴുതിയിട്ടുണ്ട്. 90% എഴുതിയിട്ടുണ്ട്. അവർക്ക് ഏതാണോ ബെനിഫിറ്റ് അതനുസരിച്ച് പോകും. പരമേശ്വരൻ. പ്രഖ്യാപിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആണ് മെഡിക്കൽ എൻട്രൻസ് പ്രവേശന പരീക്ഷാ ഫലം നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1ാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനാണ്. 2ാം റാങ്ക് ലക്ഷ്മൺ. മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ MBBS, BDS സീറ്റിലേക്കും സ്വാശ്രയ സ്വകാര്യ കോളേജുകളിലെ സർക്കാർ സീറ്റിലേക്കും ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുക. ഈ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാവും എന്നാൽ പ്രവേശനം നൽകുന്നത്. മറ്റ് മെഡിക്കൽ ശാഖകളിലെ കോഴ്സുകൾ, അതായത് അഗ്രികൾച്ചർ, വെറ്ററിനറി, ഫിഷറീസ് തുടങ്ങിയ കോഴ്സുകളിലെ മെഡിക്കൽ റാങ്ക് പട്ടിക തന്നെയാണ് പ്രവേശനത്തിനുള്ള മാനദണ്ഡം. എഞ്ചിനീയറിംഗിന് +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങൾ ലഭിച്ച മാർക്ക് കൂടി കണക്കാക്കുന്നതിനാൽ അതിൻ്റെ റാങ്ക് പട്ടിക വൈകും. കോഴ്സുകൾ അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്ററിനറി അതിനെല്ലാം ഒരു പരീക്ഷ നടത്തേണ്ടി വരുമായിരിക്കും. പക്ഷേ അതിപ്പോൾ തീരുമാനിച്ചില്ല. ഈ വർഷം ആവശ്യമില്ലല്ലോ, അടുത്ത വർഷം അതിനെക്കുറിച്ച് ആലോചിക്കും. ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദിനകർ, മെഡിക്കൽ പ്രവേശന ഫലം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ആ റാങ്കിന്റെ ക്രമീകരണം, എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? അരുൺ, കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ പി രവീന്ദ്രനാഥ് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയ്ക്ക് നൽകിക്കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്.
കേരളത്തിലെ 347, ഡൽഹിയിലെ 2, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിൽ ഓരോ കേന്ദ്രങ്ങളിലുമായി 2016 ഏപ്രിൽ ഏതാണ്ട് 1,16,647 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ മെഡിക്കൽ വിഭാഗത്തിൽ 1,04,787 പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഒന്നാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവർ VV, രണ്ടാം റാങ്ക് ലക്ഷ്മിൻ ദേവ് B, അടയാർ. വ്യക്തമാണ് ദിനകർ. ഇപ്പോൾ